എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വയർലെസ് മൈക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ ഒരു മൈക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ വയർലെസ് മൈക്ക് വാങ്ങുന്ന സമയത്ത് വില കുറഞ്ഞ വയർലെസ് മൈക്ക് ആകുമ്പോൾ എങ്ങനെ നോക്കിയാലും അതിൻ്റെ ക്വാളിറ്റി എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോരായ്മ അതിനുണ്ടാകും. അപ്പോൾ സാധാരണ വയർലെസ് മൈക്ക് എന്ന് പറയുമ്പോൾ ഒരു 15,000 20,000 ഒക്കെയാണ് ഒരു നല്ല ക്വാളിറ്റിയുള്ള വയർലെസ് മൈക്ക് വാങ്ങാനുള്ള ചാർജ്. ഒരു തുടക്കക്കാരായ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് സ്വാഭാവികമായി ഒരിക്കലും ഒരു വലിയൊരു മുതൽ മുടക്ക് അതിൽ ചെയ്യാൻ അവർ ആഗ്രഹിക്കില്ല. തുടക്കത്തിൽ ചെലവ് ചുരുങ്ങിയ രീതിയിൽ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അന്വേഷിച്ച ശേഷമാണ് നല്ലൊരു മൈക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. മാക്കിൻ്റെ ഡ്യുവൽ വയർലെസ് മൈക്കാണ്, അതായത് ചാർജിങ് കേസോട് കൂടിയ മൈക്കാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. നമ്മൾ 15,000 അല്ലെങ്കിൽ 20,000 രൂപയുടെ മൈക്ക് ഏറെക്കുറെ അതേ സൗണ്ട് ക്വാളിറ്റിയാണ് നമുക്ക് ഈ മൈക്കിൽ നിന്ന് ലഭിക്കുന്നത്. ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് ഈ മൈക്കിൽ നിന്നാണ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 4,999 രൂപയാണ്. അത് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ വളരെ ചെറിയ റേറ്റ് കിട്ടുന്നുണ്ട്. നമ്മൾ സാധാരണ ചില പ്രൊഡക്റ്റ് പോലെ വലിയൊരു പ്രൈസ് കാണിച്ച് ഇത്ര ശതമാനം കുറവാണ് എന്നൊക്കെ കാണിച്ച് കബളിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു രീതിയല്ല ഇത്. കാരണം ഞാൻ ഏതാണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ചെക്ക് ചെയ്ത സമയത്ത് ഇതിന് ഏതാണ്ട് 3,000 രൂപ ഉണ്ടായിരുന്നു. അതായത് 4,999 രൂപയുടെ മൈക്ക് ഏതാണ്ട് 3,000 രൂപയാണ് കാണിച്ചത്. പക്ഷേ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചെക്ക് ചെയ്ത സമയത്ത് ഏതാണ്ട് 1,200 രൂപയാണ് കാണിച്ചത്. അപ്പോൾ ഞാൻ അത് ഓർഡർ ചെയ്ത ശേഷം അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് തൃപ്തനായതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. വളരെ മനോഹരമായ ബോക്സിലാണ് മാക്കിൻ്റെ മൈക്ക് പാക്ക് ചെയ്ത് വരുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം കാണാൻ സാധിക്കുന്നത് ചാർജിങ് കേസ് ആണ്. നമുക്ക് കേസ് എടുത്തു നോക്കാം. കേസിൽ മാക്കിൻ്റെ ലോഗോ പതിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ചാർജ് ചെയ്യാൻ വേണ്ടി ടൈപ്പ് സി പോർട്ടാണ് ഉള്ളത്. കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 മൈക്കും ഒരു റിസീവറുമാണ്. റിസീവർ ഐഫോണിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള അഡോപ്റ്ററും ലഭ്യമാണ്. അടുത്തത് യൂസർ മെനുവാണ്. മൈക്ക് ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ച് വിശദമായി വിവരിച്ചിട്ടുണ്ട്. അടുത്തത് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള USB കേബിളാണ്. ടൈപ്പ് സി USB കേബിളാണ് ലഭിച്ചത്. കേസ് മാത്രമല്ല, മൈക്ക് സെപ്പറേറ്റ് ആയും നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടിയുള്ള ടൈപ്പ് സി പോർട്ടാണിത്. മൈക്ക് ഉപയോഗിക്കാൻ വേണ്ടി ആദ്യം റിസീവർ ഫോണുമായി കണക്ട് ചെയ്യുക. ശേഷം മൈക്കിലെ സൈഡ് ബട്ടൺ 2-3 സെക്കൻഡ്സ് പ്രസ് ചെയ്ത് മൈക്ക് ഓൺ ആക്കുക. ഗ്രീൻ ലൈറ്റ് സൂചിപ്പിക്കുന്നത് മൈക്ക് ഈസ് റെഡി ഫോർ റെക്കോർഡിംഗ് എന്നാണ്. റെഡ് ലൈറ്റ് ആണെങ്കിൽ കണക്ഷൻ ഒരു പ്രാവശ്യം കൂടി പരിശോധിക്കുക. മൈക്ക് ഡ്രസ്സിൽ ഘടിപ്പിക്കാനുള്ള ക്ലിപ്പാണ് മൈക്കിൻ്റെ പിന്നിലായി സ്ഥാപിച്ചിട്ടുള്ളത്. ഈ മൈക്കിൻ്റെ ചില പ്രത്യേകതകൾ ഞാൻ ഷെയർ ചെയ്യാം. അതായത് നമ്മൾ ഈ ചാർജിങ് കേസ് വഴി മൈക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ കമ്പനി അവകാശപ്പെടുന്നത് 60 മണിക്കൂർ വരെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ ചാർജിങ് കേസ് യൂസ് ചെയ്യാതെയാണെങ്കിൽ മൈക്കിൻ്റെ ബാറ്ററി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് 7 മണിക്കൂർ വരെ യൂസ് ചെയ്യാൻ കഴിയും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്തായാലും യൂട്യൂബേഴ്സിന് ഏറെ ഉപകാരപ്രദമായ ഒരു മൈക്ക് തന്നെയാണിത്. ഞാൻ ഇതിൻ്റെ മൈക്ക് വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തത്. ഈ മൈക്ക് റിസീവറിൽ നിന്നും ഏതാണ്ട് 20 മീറ്ററോളം ദൂരം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ചുരുങ്ങിയ ചിലവിൽ നല്ല ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ട് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് തീർച്ചയായും വാങ്ങാവുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഈ മൈക്ക് യൂസ് ചെയ്തുകൊണ്ടാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്ന ഓഡിയോ ക്വാളിറ്റിയിൽ തൃപ്തരാവാത്തവർ ഈ മൈക്ക് വാങ്ങേണ്ടതില്ല. ഇനി തൃപ്തരാണെങ്കിൽ ധൈര്യത്തിൽ ഈ മൈക്ക് വാങ്ങാവുന്നതാണ്.